ഹൈ ഗൈസ്. സോ ഇതുവരെ നമ്മൾ ഡോം എലമെൻറ്റ്സിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഗോത്രൂ ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, ക്വറി സെലക്ടർ പോലുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എലമെൻറ്റ്സ് എങ്ങനെ പിക്ക് ചെയ്യാമെന്നും നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെയാണ് ഡോം ട്രാവൽസ് ചെയ്യുന്നതും. സെലക്റ്റഡ് എലമെൻറ്റിനെ ബേസ് ആക്കിക്കൊണ്ട് പാരൻറ്റിനോട് ചിൽഡ്രൻ, നെക്സ്റ്റ് സിബ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ട്രാവൽസ് ചെയ്യാൻ പറ്റും. മുകളിലേക്ക്, താഴേക്ക്, സൈഡിലേക്കൊക്കെ ട്രാവൽസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് പഠിച്ചിരുന്നു. ഓക്കെ, നമ്മൾ എക്സിസ്റ്റിംഗ് എലമെൻറ്റ്സ് ആണ് ഇതുവരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തത്. പക്ഷേ ബ്രാൻഡ് ന്യൂ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പേജിലേക്ക് എങ്ങനെ ഇൻസർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ബ്രാൻഡ് ന്യൂ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. സോ ആദ്യത്തെ പറയുന്നത് നമ്മൾ HTML സ്ട്രിങ് വഴിയാണ്. സോ ഇത് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും. ലൈക്ക് കുറച്ച് പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ HTML കോഡ് സ്ട്രിങ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റും. പിന്നെ ബ്രൗസറിനോട് പറയണം ഇത് പാഴ്സ് ചെയ്ത് ഇവിടെ റെൻഡർ ചെയ്ത് കൊടുക്കുന്നുള്ളത്. സോ അതിന് മെയിൻ പ്രോപ്പർട്ടിയാണ് ഇന്നർ HTML. ഇന്നർ HTML ഉപയോഗിച്ച് നമുക്ക് ഒരു HTML സ്ട്രിങ്ങിനെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതേ പ്ലേസിൽ ബ്രൗസർ അത് റെൻഡർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നർ HTML സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എക്സിസ്റ്റിംഗ് കണ്ടൻറ്റ് റീപ്ലേസ് ആകും. അതുകൊണ്ട് റീപ്ലേസ് ചെയ്യാതെ സൈഡിലോ ബിഫോറിലോ ആഫ്റ്ററിലോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ യൂസ് ചെയ്യണം. അതാണ് ഇൻസർട്ട് അഡ്ജസൻറ്റ് HTML എന്ന് പറഞ്ഞിട്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി എക്സിസ്റ്റിംഗ് കണ്ടൻറ്റ് റീപ്ലേസ് ചെയ്യാതെ നെക്സ്റ്റ് ടു ഇറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ബിഫോർ ബിഗിൻ, ബിഫോർ എൻഡ്, ആഫ്റ്റർ എൻഡ് സ്റ്റൈൽ പൊസിഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതോടെ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻ്റ് ആണ്. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് ഉപയോഗിച്ച് റിയൽ ഡോം നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് മോർ പ്രോപ്പർ ഡോം വേ ആണ് നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് ഉപയോഗിച്ച് ഒരു സിംഗിൾ എലമെൻറ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളായിട്ട് പറയും div, lip, എനിത്തിങ് ആക്ച്വലി അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ക്രിയേറ്റഡ് എലമെൻറ്റിനെ പേജിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ ഓപ്ഷൻസ് വേറെ ഉണ്ട്. സോ അപ്പൻ ചൈൽഡ് അല്ലെങ്കിൽ അപ്പൻ്റെ ഇവ രണ്ടും ന്യൂ എലമെൻറ്റിനെ പാരൻറ്റ് എലമെൻറ്റിൻ്റെ ഇൻസൈഡ് എൻഡിലേക്ക് ബേസിക്കലി അത് ചേർക്കും, ആഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇവ രണ്ടും ന്യൂ എലമെൻറ്റ്സിനെ പാരൻ്റ് എലമെൻറ്റിൻ്റെ ഇൻസൈഡിലേക്ക് ചേർക്കുന്നു ഞാൻ ബേസിക്കലി പറയുന്നു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഇതിൻ്റെ ഡിഫറൻസ് കൂടുതലും എന്താണ് അപ്പൻ ചൈൽഡ്, അപ്പൻ്റെ എന്താണെന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കുറച്ചും കൂടി മനസ്സിലാക്കാം. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ അപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ക്യാൻ ആഡ് മൾട്ടിപ്പിൾ നോട്ട്സ് ഇൻക്ലൂഡിങ് ടെസ്റ്റ് ഓൾസോ, നോട്ട്സ് അല്ലെങ്കിൽ ടെസ്റ്റ് ഓൾസോ. അപ്പൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ്ലി നോഡ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഗോത്രൂ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു വയ്ക്കണമെന്ന് മാത്രം. ഓക്കെ, ഇനി പൊസിഷൻ കൺട്രോൾ എവിടെ ഇൻസർട്ട് ചെയ്യുന്നതാണ്, എൻഡിലല്ല ഫ്രണ്ടിൽ വേണം, ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ വേണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രീപെൻഡ് എന്നുണ്ട്. പ്രീപെൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻസൈഡ് ബിഗിനിങ് ആണ്. ബിഫോർ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഔട്ട്സൈഡ് ബിഫോർ ആണ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഔട്ട്സൈഡ് ആഫ്റ്റർ ആണ്. പിന്നെ ഇൻസർട്ട് ബിഫോർ മെത്തേഡ് ബേസിക്കലി ഓൾഡ് സ്റ്റൈലാണ്. പാരൻറ്റിനെ ബേസ് ആക്കി സ്പെസിഫിക് സ്പോട്ടിൽ ഇൻസർട്ട് ചെയ്യാൻ പറ്റും. സോ ഇവ കൊണ്ട് നമുക്ക് എലമെൻറ്റ് എവിടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ നമുക്ക് എക്സാക്ട്ലി കൺട്രോൾ ചെയ്ത് കൊടുക്കാനും പറ്റും. സംടൈംസ് എക്സിസ്റ്റിംഗ് എലമെൻറ്റിനെ മാറ്റി ന്യൂ എലമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും മെത്തേഡ്സ് ഉണ്ട്. എക്സാമ്പിളിലേക്ക് റീപ്ലേസ് ചൈൽഡ്, റീപ്ലേസ് വിത്ത് എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്. ഇവ ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് നോഡ് റിമൂവ് ചെയ്ത് അതേ പൊസിഷനിൽ തന്നെ ന്യൂ നോഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ സമ്മറി ആയി പറഞ്ഞാൽ ഡോം മാനിപ്പുലേറ്റിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ക്രിയേറ്റ് അല്ലെങ്കിൽ ഇൻസർട്ട്. ഓക്കെ, HTML സ്ട്രിംഗ് റൗട്ട് ബേസിക്കലി ഇന്നർ HTML അല്ലെങ്കിൽ ഇന്നർ HTML അല്ലെങ്കിൽ ഇൻസർട്ട് അഡ്ജസൻറ്റ് HTML. പ്രോപ്പർ നോഡ് ക്രിയേഷൻ റൗട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എലമെൻറ്റ് പ്ലസ് അപ്പൻ്റെ പ്രീപെൻഡ് ബിഫോർ, ആഫ്റ്റർ, ഇൻസർട്ട് ബിഫോർ എന്നുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ റൗട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി റീപ്ലേസ് ചൈൽഡ്, റീപ്ലേസ് വിത്ത് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഭയങ്കര തിയറി ആയിപ്പോയി ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഓരോ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ ഏത് മെത്തേഡാണ് ബെസ്റ്റായിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആവുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ തിയറിയോടുകൂടി ഞാൻ റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.